ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വിഷ്ണുട്ട, എന്നാലും നമുക്ക് ഈ ജോലി വേണോ വിഷ്ണുട്ട? ഇതല്ലാതെ മറ്റു ജോലികളൊന്നും കിട്ടില്ലേ? ഈ ജോലിക്ക് എന്താ കുഴപ്പം? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ എൻ്റെ മോളാ, എൻ്റെ സ്വന്തം മോള്. ആരൊക്കെ പറഞ്ഞാലും എൻ്റെ മോളാ, എൻ്റെ ഭാവി മോള്. ഇവൻ ഇനി കൂട്ടിക്കിടക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇവനെ ഇനി ഇവിടെ കിടത്താൻ വേറെ മാർഗങ്ങൾ നോക്കേണ്ടി വരും, പുതിയ തന്ത്രങ്ങൾ. എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? അച്ഛൻ വരാന്ന് പറഞ്ഞതല്ലേ? ഒന്നുമില്ല മോളെ, അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓർത്തപ്പോ. അമ്മ സങ്കടപ്പെടണ്ട കേട്ടോ, അച്ഛൻ വരും. ആ സുസ്മിത പറഞ്ഞാൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ശാലിനി ഒന്നിച്ചാണ് താമസിക്കുന്നത്? അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. കൊറേ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഈ ശാരദാമ്മ അമ്മയ്ക്ക് എവിടെ പോയി? ശാരദാമ്മേ, ആദാ വരുന്നു. ശാലിനി, ശാലിനി, ഈ പെണ്ണിത് എവിടെ പോയിരിക്കുക? എപ്പോഴും ഇങ്ങനെയാ, എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ദേ കഴിക്കാൻ എടുത്തു വെച്ചു, ഒന്ന് വന്നേ. ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്യേണ്ട പെണ്ണാ. ഏയ് അതൊന്നും കുഴപ്പമില്ലെന്നേ, അവള് വല്ല തിരക്കിലായിരിക്കും. എന്താ കഴിക്കുന്നില്ലേ? എനിക്കൊരാൾ വാരി തരണം. അത്രേ ഉള്ളോ? അച്ഛൻ വാരി തരാലോ. അതെ, മോക്ക് ശാരദാമ്മ വരുത്തരാം. അച്ഛന് വേഗം കഴിച്ചിട്ട് പോവാനുള്ളതല്ലേ? വേണ്ട, എനിക്കെന്റെ അച്ഛൻ തന്നെ വാരി തന്നാ മതി. മോളെ, അച്ഛൻ കഴിക്കട്ടെ. ഹേയ് വേണ്ടമ്മേ, ഞാൻ വാരി കൊടുത്തോളാം. അയ്യേ, ഇത്രയും വലിയ കുട്ടിയായിട്ട് അച്ഛൻ വാരി തരണോന്ന് പറയുന്ന വലിയ കഷ്ടാട്ടോ. അതിനെന്റെ അച്ഛൻ എനിക്ക് ഇപ്പോഴല്ലേ കിട്ടിയത്. ഓ, അത് ശരി. അപ്പൊ പിടിച്ച പിടിയാലെ ഓരോ കൂട്ടം അങ്ങ് ചെയ്യിക്കല്ലേ? പിന്നെ അല്ലാതെ, നിങ്ങൾ അമ്മയും മോളും ഓരോന്ന് പറഞ്ഞ് ഇത്രയും നാള് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നില്ലേ? അല്ലേ അച്ഛാ? ഒന്ന് ഓർമ്മിപ്പിക്കില്ലേ? ഞാന് കുറച്ചുകൂടെ കറി എടുത്തിട്ട് വരാം. എന്തുവാടി ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുക്കണ അച്ഛാ, അത്രയ്ക്ക് നമ്മളെ വിഷമിപ്പിച്ചല്ലേ? നിന്റെ ഒരു നാക്ക്. കഴിച്ചേ. എരിയുണ്ടാ? ആഹാ, അത് ശരി. അപ്പൊ ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ മാറിക്കുവായിരുന്നാ? ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന മഹാത്ഭുതങ്ങളാ. അതുകൊണ്ട് ഒളിച്ചെന്ന് വാങ്ങിക്കാന്ന് വെച്ചത്. എന്നാലേ ഒളിച്ചും പാത്തൊന്നും കഴിക്കണ്ട, നേരെ തന്നെ തന്നുകളയാ. ഇനി എനിക്കിതാ അച്ഛാ. അയ്യോ, മക്കൾക്ക് തരാടാ. അമ്മ വന്നപ്പോഴേ അച്ഛൻ പെട്ടെന്ന് മറന്നുപോയി. ഇനി കുടുംബകലം ഉണ്ടാക്കൂ. അല്ല, അമ്മയും മോളും കൂടെ കഴിച്ചോണ്ടിരുന്ന പിന്നെ വിഷ്ണുവിന് കഴിക്കണ്ടേ? മോൻ കഴിക്കേ, സത്യക്ക് ഞാൻ വാരി കൊടുക്കാം. അച്ഛൻ എനിക്ക് വാരി തിരുന്നത് കണ്ടിട്ട് ഈ ശാരദാമ്മയ്ക്ക് കുശുമ്പാ. ഇപ്പൊ പിന്നെ
ചെറുപ്പത്തിൽ എന്റെ അച്ഛനും എനിക്ക് ഒരുപാട് വാരി തന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെന്തിനാ ഞാൻ നിന്നോട് കുശുമ്പ് കാണിക്കുന്നത്? എന്നാലും എന്റെ അച്ഛനെ പോലെ ഇത്രയും പാവമൊന്നും ആയിരിക്കൂല ശാരദാമ്മയുടെ അച്ഛൻ. പാവാണെന്നേ ആര് പറഞ്ഞു? കള്ളനാ, നല്ല പേരും കള്ളൻ. എനിക്കല്ലേ അറിയൂ. മിണ്ടാതിരിക്കേ. ഓ പിന്നെ അവരെന്തേലും പറഞ്ഞോട്ടെ അച്ഛാ. അച്ഛൻ നാളെയും വരണം. നമുക്ക് എന്നും ഇവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. നടന്നത് തന്നെ. ഇന്ന് തന്നെ പിടിച്ച പിടിയാലെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് തന്നെ. എന്റെ പൊന്നു മോളെ, അവിടെ ചോറും കൊണ്ട് ഒരാളിപ്പോ കാത്തിരിക്കുന്നുണ്ടാവും. സത്യാമ്മ. കഴിച്ചില്ലെങ്കിൽ വിവരം അറിയും അല്ലേ വിഷ്ണുട്ടാ? ആണോ അച്ഛാ? കുഴപ്പമില്ല, അച്ഛനെ ചെല്ലേണ്ട സമയം ആവുന്നേ ഉള്ളൂ. ഒരു ചപ്പാത്തിയുടെ എടുക്കട്ടെ? ഏയ് വിശക്കണില്ല, അതുകൊണ്ടാ. മോള് കഴിക്കേ. ദേ ഫോൺ ബെല്ലടിക്കുന്നു. മോൾ അവിടെ ഇരിക്കേ, ഞാൻ എടുത്തോണ്ട് വരാം. അവിടെ ഇരുന്ന് കഴിക്കും. വേണ്ട, ഞാൻ എടുത്തോളാം. പപ്പിയായിരിക്കും. മോളെ ഇടി കുഞ്ഞേ, പറയുന്ന കേക്ക്. അതെ വിഷ്ണുട്ടാ, ജോലി കിട്ടിയോ? അതെങ്ങനെ താനറിഞ്ഞേ? അതൊക്കെ അറിഞ്ഞു. വിഷ്ണുവേട്ടൻ എവിടെയൊക്കെ ഇന്റർവ്യൂവിന് പോയാലും അതൊക്കെ കൃത്യമായിട്ട് അറിയിക്കാനേ എനിക്കവിടെ ആളുണ്ട്. ഞാനേ കളക്ടർ. ഈ ജില്ല മൊത്തം എന്റെ നെറ്റ്വർക്കിന്റെ കീഴില. ഒരില അനങ്ങിയ ഞാൻ അറിയും. എന്നിട്ട് പറ, എന്ത് ജോലിയാ കിട്ടിയേ? ലോറി ഓട്ടം. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഓട്ടത്തിലെല്ലാം ശരിയായിക്കൊള്ളുന്ന സുബേർക്ക് പറഞ്ഞേ. അതാരാ? അത് ലോറി ഓണറാ, ഒരു പാവ മനുഷ്യനാ. പണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് ആ ലോറി വാങ്ങിച്ചെന്നും അത് വെച്ചിട്ടാ ഇത്രയും വലിയ ലോറിയുടെ എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹ. വിഷ്ണുവേട്ട, എന്നാലും നമുക്ക് ഈ ജോലി വേണോ വിഷ്ണുവേട്ട? ഇതല്ലാതെ മറ്റു ജോലികളൊന്നും കിട്ടില്ലേ? ഈ ജോലിക്ക് എന്താ കുഴപ്പം? പണ്ട് നമ്മള് തട്ടുകട കിട്ടാറില്ലല്ലേ? അതുപോലെ അല്ല വിഷ്ണുവേട്ട ഇത്. ഇതിപ്പം കാട്ടിലൊക്കെ തടിയെടുക്കാൻ പോവേണ്ടി വന്നാലോ? പോണം. വിഷ്ണുവേട്ട, എനിക്കെന്തോ പേടി പോലെ.